ദയവ് ചെയ്ത് ഈ വീഡിയോ എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഓരോ മാതാപിതാക്കളും കേൾക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്. നമ്മുടെ നാടും നമ്മുടെ സംസ്കാരവും നമ്മുടെ സമൂഹവും ഒക്കെ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാവാൻ പറ്റും. ഇതിൽ നിന്നെല്ലാം റിക്കവറായി നമ്മുടെ സമൂഹത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പുതുപ്പാടി പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആയിഷക്കുട്ടിയുടെ ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസ് കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എല്ലാവരും ജാഗ്രത വേണം. കൊണ്ടുപോയിട്ടാല് ലോക്കപ്പിൽ രാവിലെ ചെന്ന് നോക്കുമ്പോ മനസ്സായ പെണ്ണുങ്ങളെ കുത്തിരിക്കുന്ന മതിയായിരിക്കും മൂല. അത്രയും ബ്ലഡ് ആയിരിക്കും. സിന്നത്തിന്റെ അടുത്ത് പറയുന്ന അത്രയും ബ്ലഡ് ഇങ്ങനെ ഒഴുകും പോലെ. ഇവരൊക്കെ അടിയിൽ പാടി വെച്ചാൽ നടക്കല്. ഒരു കൊല്ലോ 2 കൊല്ലമൊക്കെ ഉപയോഗിച്ചവനൊക്കെ മൂട്ട് പാടുണ്ടാവും. ഓനൊന്നും നമ്മളെ മാതിരി സാധാരണ ചെടിയും കുപ്പായിട്ട് നടക്കാൻ പറ്റൂല. കാരണം ഏത് സമയം ഓരോ മൂട്ടുകൂടിയ ബ്ലഡ് ഒലിച്ചോണ്ടിരിക്കും. മൂക്കിലൂടെ വരും, ചെവി കൂടി വരും. 5 കൊല്ലം ഓല് ആയുസോടുകൂടി ആരോഗ്യത്തിൽ ജീവിക്കൂ. 5 കൊല്ലത്തോടു കൂടി ഓലും ചെയ്യും ഈ രോഗങ്ങൾ ഓരോന്നോലെ പിടിച്ചിട്ട് ഞരമ്പില്ലാണ്ടായി ഒരു മരിച്ചു പോകും. അത്രയും ഡയറക്റ്റ് ആയിട്ട് ഞരമ്പിനെ ബാധിക്കുന്ന വസ്തുവാണ് ഈ സിന്തറ്റിക് ആയിട്ടുള്ള MDMA പോലെയുള്ള മെത്ത് പോലെയുള്ള രാസവസ്തുക്കൾ. ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചാൽ ഇതുപോലെ അബദ്ധമാണ് പറ്റുന്നത്. ഇപ്പൊ നമ്മളെ സ്കൂള് ഇവരെ ഈ ഉൽപാദനം ഏറ്റവും കൂടുതൽ വിറ്റൊഴിവാക്കുന്ന സ്ഥലമാണ് പുതുപ്പാടി പഞ്ചായത്ത്. കാരണം എന്താ അറിയോ, ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. വന്നു കഴിഞ്ഞാൽ അടിവാരം ഇതിന്റെ ഹബ്ബാണ്. ബസ്സിൽ അവിടെ ഇറങ്ങി സാധനം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു. മാർക്കസ് നോളജ് സിറ്റി, ലിസ കോളേജ്, പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂള്, MGM സ്കൂള്. നിങ്ങൾ വിചാരിക്കേണ്ട 13 വയസ്സ് മുതലുള്ള മക്കൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ഹോസ്റ്റലിൽ കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് 2 പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഈ അഡ്മിഷൻ അല്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് ചേർത്തി. നല്ല തറവാട്ടിലുള്ള 2 നായന്മാരെ മക്കള്, 2 മക്കളെ അച്ഛന്മാര് വലിയ ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസർ ഉദ്യോഗസ്ഥന്മാര്, 2 ആളെ അമ്മമാര് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർമാര്. അപ്പൊ ഞാൻ അവരെ അഡ്മിഷൻ സമയത്ത് ചോദിച്ചു, നിങ്ങളെന്താ നമ്മളെ ഇവിടെ ചേർത്തുന്നില്ല അഡ്മിഷൻ ചോദിച്ചു. അപ്പൊ ഇല്ല, ഞങ്ങൾ വീടെടുത്ത് താമസിക്കാന്ന് പറഞ്ഞു. കൈതപ്പൊയിൽ വീടെടുത്ത് താമസിപ്പിച്ച് 3 കുട്ടികൾ ഒന്നിച്ച്. ഒരു പൂനൂരുള്ള കുട്ടിയും 2 നടുവണ്ണൂർ ആ ഭാഗത്തുള്ളവ. അങ്ങനെ ഇവര് 1 മാസം അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴേക്കും വീടിന്റെ അപ്സ്റ്റേർന്ന് ഭയങ്കര ഒച്ചയും പടിയും ചാട്ടവും കണ്ടിട്ട് പുറക്കാരിൽ പോയി മുകളിൽ കയറി പോയി നോക്കുമ്പോൾ ഇവര് ഉടുതുണിയിലാണ് ചാടുകയാണ്. ബിയറിന്റെ കുപ്പി കയ്യിലുണ്ട്. ഇത് കണ്ട താത്ത പേടിച്ച് ബേജാറായി. താത്ത അന്നപ്പോ ഒന്നും മിണ്ടാതെ പിറ്റേന്ന് രാവിലെ വിളിച്ച് വീട്ടുകാരോട് പറഞ്ഞു, 3 മക്കൾ ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം, ഇനി എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ തിരിങ്ങളെയും കൊണ്ട് പൂനൂരുള്ളതിനെ പുറേ കൊണ്ടുപോയി. മറ്റേന് ഈ കള്ളു കുടിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ താത്തക്ക് അറിയില്ലല്ലോ MDMA ഉപയോഗിച്ചിട്ട് ആ തുള്ളിയെന്നുള്ളത്. അങ്ങനെ പിറ്റേന്ന് 2 കൊണ്ടുവന്ന് നിന്റെ കൊണ്ടുവന്ന് ചേർത്തി. കോളേജിൽ നിന്ന് പ്രിൻസിപ്പാളിനോട് ചോദിച്ചപ്പോൾ ആയിഷ കൂടി എടുത്ത് ചേർത്തിക്കോളി, അവിടെ വെക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഈ കാരണമൊന്നും പറഞ്ഞില്ല, കള്ളുപിടിച്ച കാര്യമൊന്നും. അങ്ങനെ ദിറ്റിങ്ങൾ രാത്രിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു 10-11:30 മണിയായപ്പോൾ ഉറങ്ങാതെ 3-ാം നിലയുടെ മുകളിൽ ആ വാട്ടർ ടാങ്കിന്റെ അടുത്ത് കുത്തിരുന്ന് അവിടെ ഒരു ഫോണിന്റെ ലേറ്റ് ഇങ്ങനെ കാണുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറെ ലേറ്റ് ആയിട്ടാ കിടക്കുക. ജനലിൽ കൂടി നോക്കിയപ്പോൾ കണ്ടതാ. ഞാൻ മെല്ലെ പോയി നോക്കുമ്പോൾ 2 കുത്തിരുന്ന് ഞാൻ ഫോണിൽ തോണ്ടി കുത്തിരിക്കുകയാണ്. ഇത് കിട്ടായിട്ട് അസ്വസ്ഥമായിട്ട് മര്യാദയ്ക്ക് ഡ്രസ്സും വരെ ഇടാണ്ടാ കുത്തിരിക്കുന്നത്. 2 ഒരു ആസ്നേഹിക്കടായി കുത്തിരിക്കുക. 2 ചോദിച്ചു എന്താ കാര്യം എവിടെയെന്ന് വെച്ചു. അപ്പൊ മാർച്ച് മാസം ഞങ്ങളെ പുരയിൽ വരുന്നത്. കോളേജിൽ അഡ്മിഷൻ എടുത്തത് ഡിസംബറിലാണ്. 3 മാസത്തോളം അവിടെ താമസിച്ചിട്ടുണ്ട്, 2.5 മാസത്തോളം. അപ്പം പറഞ്ഞ് ഞങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല, അതുകൊണ്ട് വന്നാന്നാണ്. എന്നാൽ ഫാന് സ്പീഡിൽ തൊളി, ജനലൊക്കെ തുറന്നിട്ട് മുകളിലെ നിലയിലല്ലേ, ആരും കാണിയും കേൾക്കുന്നില്ല, ആരും കടന്നുറങ്ങുന്നതാണ്. അങ്ങനെ ഞാൻ ഉറക്കാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വരാന്തേ കുത്തിച്ച് ഉറക്കം കിട്ടായി. സംഭവം ഇത് കിട്ടായിട്ടുള്ള തകരാറാ. അപ്പൊ ഞാൻ ഈ കുട്ടികളെ പിടിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്ക് ആ പൂനൂരുള്ള കുട്ടി ഒരു തരി ജ്യൂസിലിട്ടിട്ട് മർക്കസിന്റെ കോർണറിലുള്ള ആ ജ്യൂസ് പീടിയെന്ന് കൊടുത്ത് ഒരു ഗ്ലാസ്. അങ്ങനെ അന്ന് വെറുതെ പറഞ്ഞ് വർത്താനം പറഞ്ഞു കണ്ട് കൊടുത്ത് കമ്പനി അടിച്ചുകൊണ്ട് എന്റെ ഫ്രണ്ട് ഉണ്ട് നല്ല എനർജറ്റിക് അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളെ ഫോൺ വാങ്ങിയാണ് മറ്റേ പെണ്ണ് ആ ചെക്കനെ വിളിച്ചത്. പൂനൂരുള്ള ഒരു അജ്മൻ എന്ന് പറഞ്ഞ ചെക്കനെ. അങ്ങനെ ഇവന് ഒരു ദിവസം കൊണ്ടുവന്ന് 3 ഓരോ തരി കൊടുത്ത്. 2-ാമത്തെ ദിവസവും ഫ്രീ ആയിട്ട് 4 മണിയാകുമ്പോൾ കൊടുത്തു. കുട്ടികൾ ചോദിച്ച് വിറ്റിയത്. 3-ാമത്തെ ദിവസം പറഞ്ഞ് പൈസ എന്നാലേ തരുമെന്ന് പറഞ്ഞു. 2000 രൂപ വീതം ഒരു ഡോസിന് വെച്ചിട്ട് വരി എല്ലാ ദിവസവും കൊടുത്തു. ഇവര് നല്ല പൈസ ഉള്ള മക്കളായതുകൊണ്ട് കുറെ ദിവസം വരെ കൈ പൈസ ഉണ്ടായിരുന്നു. പിന്നെ കാതിലത്തെ ബാക്കിലെ കമ്മലിന്റെ മൂടി വിറ്റ്, മാലന്റെ ലോക്കറ്റ് വിറ്റ്, കൈമല മോതിരം വിറ്റ്, ഇത്രയൊക്കെ തീർന്ന് അപ്പോഴാണ് മോളിന്ന് ഡാൻസ് തുടങ്ങി. ആ ഡാൻസ് തുടങ്ങിയത് നമ്മളാരേക്ക് എത്തുന്നത്. അങ്ങനെ ഞാൻ ഈ 2 മക്കളെയും രക്ഷിതാക്കളെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ പിടിച്ചറിഞ്ഞ് ഫണ്ട് പിടിച്ചതിനെ കൊണ്ട് രക്ഷിതാക്കളെ വിളിച്ച് 2-നെയും ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ഒരു 10-15 ദിവസമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ട്. 15 ദിവസം കൊണ്ട് കാതും പോയി, കമ്മലും പോയി, മോതിരവും പോയി, ഒക്കെ പോയി. ആകെ 10-15-20 ദിവസം കൊണ്ട് ഉണ്ടായ സംഭവമാണ്. അങ്ങനെ 2 എവിടെ കൊണ്ടുപോയി. ഒന്നിനെ വെള്ളിമാടുകുന്ന് ഡി അഡിഷൻ സെന്ററിലും ഒന്നിനെ നമ്മുടെ മൈക്കാവിലെ ഡി അഡിഷൻ സെന്റർ ഉണ്ട്, അവിടെയും കൊണ്ടുപോയി കൗൺസിലിംഗ് കാര്യങ്ങളും നടത്തി. കോളേജിൽ നിന്നായിട്ട് സസ്പെൻഷനായി ആകെ പ്രശ്നങ്ങളായി. നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് ഒഴിവാക്കി.
അങ്ങനെ പിന്നെ ഇപ്പം റെഡി ആയി. ഇപ്പം ദിവസം കാറിൽ കൊണ്ടുവരും, തിരിച്ച് കാറിൽ കൂട്ടി കൊണ്ടുവരും. ഈ പുതുപ്പാടി പഞ്ചായത്തിലെ മണ്ണിലേക്ക് ചോട്ടാൻ സമ്മതിക്കില്ല. റന്തിയും തള്ളി കോളേജിന്റെ കോമ്പൗണ്ടിൽ കോളേജിന്റെ അവനായി കൊണ്ടുപോയി ഇറക്കും, തിരിച്ചറിഞ്ഞ് പോകും, തിരിച്ചു പോകും. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, നമ്മളാരും അറിയല. നമ്മളൊക്കെ എത്രയോ പ്രഗത്ഭരായിരിക്കും, വലിയ വലിയ ആൾക്കാരായിരിക്കും, ചിലപ്പം പാവപ്പെട്ടവനായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പണ്ട് കള്ളുടിക്കുന്നവർ പാവപ്പെട്ടവനെന്ന് വിചാരിക്കുക. അതല്ല, ഇത് ഉപയോഗിക്കുന്നത് എല്ലാ ടൈപ്പ് ആളുകളും ഉപയോഗിക്കും. പക്ഷേ നമ്മൾക്കിത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവസാനം ഇവര് ശോഷിച്ച് മെലിഞ്ഞ് ഭക്ഷണവും വേണ്ട, ഊണുമില്ല, ഉറക്കവും ഇല്ല, ദേഷ്യവും. എന്റെ കേസിലുള്ള ഒരു പെണ്ണിന്റെ കവിള് കടിച്ചു പറിച്ചാൽ MDMA കഴിക്കുന്നു കാറിൽ യാത്ര ചെയ്യുമ്പോൾ. അവളെ കാതിലെ കമ്മൽ കൊടുക്കായിട്ട് 60 പവന്റെ സ്വർണവും കാറും കൊടുത്ത് 3 പീഡിയ റൂമും കൊടുത്ത് കെട്ടിച്ചാ. പീഡിയ റൂമും വിറ്റ് തീർത്ത് പുനൂരിലെ 60 പവനും തീർത്ത്. പിന്നെ അവളമ്മ ഒരു കമ്മൽ വാങ്ങിക്കൊടുത്ത്. കാതിൽ ഇങ്ങനെ ഇല്ലാണ്ട് നടക്കുന്നുണ്ട്, പൈസ ഉള്ള പ്രക്കാരാ. എന്നിട്ട് അത് കൊടുക്കായിട്ട് കാറിൽ ഇങ്ങനെ പോകും. വട്ടോളി എത്തിയപ്പോൾ കവിള് കടിച്ചിട്ട് ഇവിടെ വാട്ടത്തിൽ ഒരു കഷ്ണം കിട്ടാൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ പുതുപ്പാടി തന്നെ വീട് തകർന്ന് തരിപ്പണായി കിടക്കുക. 3 മക്കളും ഒരു കൈതപ്പോയില കൊണ്ടുപോകാൻ കുട്ടി എഞ്ചേരി ഓന്റെ MDMA ഭ്രാന്ത് കാരണം. ഇപ്പം ഇന്നലെ ഇപ്പം നമ്മൾ കണ്ടല്ലോ ആ കുട്ടീനെ കൊന്നത്. അതുപോലെ ഒരുപാട് നമ്മളെ വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന, നമ്മളെ വീട്ടുകാരും അറിയണ്ട കേൾക്കണ്ട, എന്റെ മോന്റെ കാര്യം എങ്ങനെയാ പുറത്ത് പറയാന്ന് പറഞ്ഞ് സഹിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾ ഇഷ്ടമാതിരി ഉണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കളെ കൊണ്ട് സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. എത്രയോ ഭാര്യമാർ സഹിച്ച് ജീവിക്കുന്നു. അവസാനം രക്ഷയില്ലാത്ത ഭാര്യമാർ മാത്രമാണ് കേസ് കൊടുക്കാൻ വേണ്ടി കോടതിയിൽ എത്തുന്നത്. എന്റെ അടുത്ത് ഒരു 10-40 പെണ്ണുങ്ങളെ കേസുണ്ട്. ഒരു 25 എണ്ണവും MDMA ഉപയോഗിക്കുന്ന കെട്ടിയന്മാരെ കേസാണ്. കെട്ടിയന്മാർ MDMA ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഉണ്ടായ, നിങ്ങൾക്ക് അറിയോ, കൈതപ്പൊയിൽ നടക്കുന്ന ഒരു പെണ്ണ് 3 മക്കളെയും കൊണ്ട് ഓന്റെ സഹി കെട്ടിട്ട് പൂനൂരെ കെട്ടിച്ചതാ. കൈതപ്പൊയിൽ താമസിക്കാൻ വന്ന് ആ പിന്നെ ഓക്ക് ഉമ്മയില്ല വാപ്പയില്ല. ഏതാ പറയുക, നമ്മളെ മദ്രസിന്റെ അടുത്ത് ചെറിയ പുര ഉണ്ടില്ലേ, ഒരു ഓടിട്ട പുര. ആ പുരയിലുള്ള താത്തന്റെ മോളാ. താത്ത മരിച്ചു, കുട്ടി വാപ്പയില്ല. അപ്പൊ കുട്ടി അമ്മമാരുടെ അടുത്തേക്ക് താമസിക്കാൻ വന്നു. അപ്പൊ അമ്മമാരുടെ സൗകര്യം കുറച്ച് കുറവാ, 3 മക്കളെയും കൊണ്ട് നിൽക്കാൻ. അപ്പൊ ഉമ്മന്റെ അനുസരിച്ച് ഈ മക്കളില്ല, അനുസരിച്ച് ഒറ്റ ചെറിയ പുരയില്ല. പിന്നെ ഉമ്മയമ്മ പറഞ്ഞു ഇനി ഇങ്ങോട്ട് പോയി ഇവിടെ നിന്നോന്നാണ്. അമ്മയമാണ് ഇവിടെ നോക്കിയതും വലുതാക്കിയതൊക്കെ. അങ്ങനെ ഉമ്മേമ്മന്റെ അടുത്ത് പോയി നിന്ന്. ചങ്ങായി ഉമ്മേമ്മന്റെ അടുത്ത വിവരം എന്ന് പറഞ്ഞാൽ ആ പാവം ഉമ്മേമ്മക്ക് ആകെ 2 പർദ്ദയേ ഉള്ളൂ. എടോ കല്യാണത്തിന് പോയി വന്നു കണ്ട് പർദ്ദയൊക്കെ ഏറെപ്പത്തായിരുന്നു തിരുമ്പിട്ടീനു. കുട്ടീനെ തുണിങ്ങുപ്പാൻ തിരുമ്പിട്ടീനു, മക്കളതും തിരുമ്പിട്ടീനു. ഈ താത്തൻ്റെ മൊത്തം എടുത്ത് ഞാൻ തീയിട്ട് കത്തിച്ചാല്. ഏറ്റവും പ്രധാന സ്വഭാവം എന്താ അറിയോ, MDMA ഉപയോഗിക്കുന്നവർ കത്തിക്കുന്ന സ്വഭാവക്കാരാ. തല്ലി പൊട്ടിക്കുക, കത്തിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുത്തൻ തല്ലി പൊട്ടിക്കുന്നുണ്ടെങ്കിലും വെറുതെ തല്ലി പൊട്ടിക്കാൻ അങ്ങനെ വിചാരിക്കരുത്. നമ്മളെ പൊരേ തന്നെ നമ്മളെ മക്കൾ തല്ലി പൊട്ടിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ലഹരിക്ക് അടിമായി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടു. കാരണം ഇതൊക്കെ വരെ സിംറ്റംസാ. ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര കോപമായിരിക്കും. പകല് 10 വരെ കടന്നുറങ്ങും, ഉച്ച വരെ കടന്നുറങ്ങും. അന്തിക്ക് തീരെ ഉറക്കുണ്ടാവില്ല. അന്തിക്ക് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടക്കുക ചെയ്യുക. 3 മണിയാകുമ്പോഴാ 4 മണിയാകുമ്പോഴാ കടന്നുറങ്ങുക. പിന്നെ ഉറങ്ങാൻ പെണ്ണുങ്ങളെ സമ്മതിക്കൂല. ഭാര്യമാരുള്ളവരാണെങ്കിൽ ഒരു തരത്തിൽ ഉറങ്ങാൻ സമ്മതിക്കൂല. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പരിഹരിച്ചേ പറ്റും. നമ്മളെ മക്കളെ നമുക്ക് സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള 13 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകൾ അടുത്ത തലമുറ ഇവിടെ ഇല്ലാണ്ടായി. നമ്മളെ കാലശേഷമുള്ള ഒരു തലമുറ ഉണ്ടല്ലോ, അത് ഈ നാട്ടിൽ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. ഇന്ന് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ വരുന്നത്. ഈ SI അടക്കം താമരശ്ശേരി മെയിൻ SI അടക്കമുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അടക്കം പോലീസിന്റെ എല്ലാ വിഭാഗവും, അതുപോലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിലുള്ള സജീവ നേതാക്കന്മാരടക്കമുള്ള വലിയൊരു മീറ്റിംഗ് ഇന്നിപ്പം പഞ്ചായത്ത് ഹാളിൽ 5 മണി മുതൽ 6:30 വരെ കൂടി മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴാണ് അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് അവിടെ നോമ്പും തുറന്ന് ഞാൻ വരുന്നത്. അപ്പൊ അവിടെയും സ്ട്രിക്റ്റ് ആയ നിലപാടാണ് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടിവാരത്തൂടെ ആ സമയത്ത് ആവശ്യമില്ലാണ്ട് ആരിറങ്ങി നടക്കുന്നുണ്ടോ തച്ച് കൈയും കാലും പൊട്ടിക്കാൻ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുക. അത് അറിഞ്ഞിരുന്നോ? അടക്കം എഴുതി വെച്ചിരുന്നു, വെറുതെ ആവശ്യമില്ലാണ്ട് ഇറങ്ങി തിരിച്ച് നടത്തിയിരുന്നെങ്കിൽ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ മക്കളെ വൈകുന്നേരം 6 മണി 7 മണി കഴിഞ്ഞാൽ അങ്ങാടിയിലേക്ക് വെറുതെ പറഞ്ഞേക്കരുത്. റോഡോ പോയി കുത്തിന്ന് ഫോണും തോണ്ടി കുത്തിരിക്കുക. പിന്നെ കാതറിന്റെ വീടിന് മുമ്പിൽ കുറെ ചക്കന്മാർ ഫോണും തോണ്ടി കുത്തിരിക്കുന്നു. അന്തിക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വണ്ടി പേര് വരുമ്പോ. അശോകം കണ്ടിട്ടില്ലേ? കുറെ ചക്കന്മാരുണ്ട്. അപ്പൊ ഒരു 7 മണിയോട് കൂടി അവനവന്റെ മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കാര്യമല്ലാണ്ട് എങ്ങോട്ടും വിടാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, മക്കളെ കൂട്ടുകാരാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. കൂട്ടുകാരാണല്ലോ ഒരു കൂട്ടുകാരനെ പറയാ പോയത് എന്ന് പറയുന്ന സ്വഭാവമുണ്ട്. നമ്മൾ കൂട്ടുകാർ നല്ല കൂട്ടുകാരെ വാപ്പയും മീൻ ചിലപ്പോൾ നല്ലതായിരിക്കും, മക്കൾ നന്നാവണമെന്നില്ല. അപ്പൊ ആ കൂട്ടുകാരുടെ സ്വഭാവം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരെന്ത് കൂട്ടുകെട്ടാണ്, പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണോ, തൊഴിലുമായി ബന്ധപ്പെട്ടാണോ, അതല്ല ഇവര് സിനിമയായിട്ട് ബന്ധപ്പെട്ടാണോ, അല്ലെങ്കിൽ MDMA ആയിട്ട് ബന്ധപ്പെട്ടാണോ നോക്കണം. പിന്നെ അമിതമായ ഫോണിലെ കളിയും MDMA വേറൊരു പകർപ്പായി മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എനിക്ക് അറിയില്ല. അമിതമായി ഫോൺ കളിക്കുന്നവർക്ക് ഭയങ്കര കോപമായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും, പറഞ്ഞാൽ കേൾക്കൂല. ഗെയിം കളിച്ച് ഗെയിമിന് അടിമയാകുന്ന ആളുകൾക്ക് ഓർമ്മശക്തി കുറവായിരിക്കും. അങ്ങനെ കണ്ണുമ്പി കളിക്കുന്ന ഇടയ്ക്ക് ഒരു സംശയമാണ് കണ്ണുമ്പി കളി കണ്ടപ്പോൾ.
അപ്പം പിന്നെ അമിതമായി ഫോണിന് അടിമ, മക്കൾക്ക് ഫോൺ കൊടുക്കുന്നത് ഏനാണ്ടാക്കിച്ചിരുന്നു പെണ്ണുങ്ങളൊക്കെ. ഒരു ഫോണും കൊടുത്ത് പെണ്ണുങ്ങൾ പുറത്ത് ഓടി കുത്തിച്ചു. ചെറിയ മക്കൾക്ക് വരെ 6-7 മാസമുള്ള മക്കൾക്ക് വരെ ഫോൺ കൊടുക്കുക. ഞാൻ വെറുതെ പറയല്ലേ, ഞാൻ പല വീട്ടിലും ചിലപ്പോൾ കാണുന്നതാ. പറയുന്നവർക്ക് ഇഷ്ടപ്പെടൂല. അതുപോലെ മക്കൾക്ക് വലിയ പലക പോലത്തെ ഫോണേയും കൊടുത്ത് ഫോണിലെല്ലാ പണിയും എന്റെ മോനെ അറിയാന്ന് അഭിമാനത്തിലാ പറയാ. ഈ മോന് അവസാനം നമ്മൾ കൈവിട്ട് പോകുന്ന സാഹചര്യം വരും. അതിന് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. ഒന്നും പേടിക്കേണ്ട. അതിന് നിർബന്ധമായിട്ടും നിങ്ങൾ ആരെങ്കിലും കുട്ടികൾ അമിതമായി ഫോൺ ഉപയോഗിച്ച് പഠനം ബാക്കൗട്ട് ആവുന്നുണ്ടോ, പഠന വൈകല്യം ഉണ്ടാവുന്നുണ്ടോ, കോപം ഉണ്ടാവുന്നുണ്ടോ, ദേഷ്യം. ഇന്നലെ തന്നെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തില്ലേ? ഫോൺ കളിക്കുന്ന ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തില്ലേ? ഇന്നലെ ടി വിയിൽ വാർത്തയിൽ ഞാൻ കണ്ടതാ. അപ്പൊ ഒരുപാട് മക്കൾ ഫോൺ അടിമയായിട്ട് ഫോണിൽ കളിച്ച് പരാജയപ്പെടുമ്പോൾ, പിന്നെ ഗെയിം തോൽക്കുമ്പോ സൂയിസൈഡ് ചെയ്യുന്ന മൈൻഡിലേക്ക് എത്തുക. നമ്മൾ അറിയൂല. പിന്നെ ഈ ഗെയിമിലൂടെയും ഫോണിലൂടെയും കുറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് നമ്മളെ പൈസ പോലും മക്കള് മിസ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ലോട്ടറി കളിച്ചും ഗെയിം കളിച്ചും നമ്മൾ അറിയൂല. നമ്മളെ അക്കൗണ്ടും നമ്മളെ സീക്രട്ട് കോഡൊക്കെ മക്കൾക്ക് അറിയാവും. നമ്മൾ മക്കളല്ലേ വിചാരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് മക്കളായിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാക്കി തന്നത്. ഏത് നമ്മളെ ഗൂഗിൾ പേ ഉണ്ടാക്കി തന്നത്. അതിന്റെ നമ്പറൊക്കെ ആയിട്ട് കൃത്യമായിട്ട് അറിയാവും. അപ്പം എന്ത് ചെയ്യും, നമ്മളറിയാതെ നമ്മളെ പൈസ വരെ ഗെയിം കളിക്കാൻ വേണ്ടി മക്കൾ എടുക്കും. പൈസ വെച്ച് കളിക്കുന്ന കളിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യപരമായ പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് പരിഹരിക്കാൻ മാതാപിതാക്കൾ വിചാരിച്ചാലേ നടക്കും. അവനവന്റെ മക്കളെ സ്വഭാവങ്ങള്, ദൂഷ്യങ്ങള്, ശരിയെന്ത് തെറ്റെന്തെന്ന് മക്കളെ തിരിച്ചറിയാനുള്ള പ്രഗത്ഭരാക്കി കൊണ്ടുവരേണ്ടത് നമ്മളാണ്. മക്കൾക്ക് നല്ല ക്ലാസും അതുപോലെ അമ്മമാർക്ക്, ഈ പാപ്പമാർ നിങ്ങളൊക്കെ എത്ര നന്നായാലും കാര്യമല്ല, അമ്മമാര് സ്വകാര്യമായിട്ട് മക്കൾക്ക് എല്ലാ കാര്യത്തിനും കൂട്ടുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ മറ്റേ ഫസാന്റെ മറ്റേ ചെക്കൻ്റെ അമ്മ എന്താ പറഞ്ഞത്? ഞാൻ കട്ടിൽമന്ന് വീണാന്ന് ഇല്ലേ പറഞ്ഞില്ലേ? അല്ലേ? ഇന്നലെയാണ് തുറന്നു പറഞ്ഞത്. മറ്റേതൊക്കെ ഒന്നായിട്ട് വെട്ടിക്കൊന്നു കേട്ടപ്പോ ഇനി പറഞ്ഞ് പിടിച്ചെടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ വന്നപ്പോ. അപ്പം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും, എന്തിന് എന്റെ അയൽവക്കത്തുണ്ട്, അതുവരെ ഇങ്ങോട് പറയൂല. പക്ഷെ ഞാൻ കണ്ടിട്ട് പറയുന്നില്ല. മനസ്സിലായോ? പറയാൻ പറ്റിയതല്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കൾക്കുള്ള ഡിഫക്റ്റുകൾ മനസ്സിലാക്കുകയും അത് കണ്ടുപിടിക്കുകയും അതിനെന്തെങ്കിലും, അതായത് നമ്മളെ ശരീരത്തിലെ മുറിവ് വന്നാല് മുറി ഇങ്ങനെ തുന്നിക്കെട്ടാതെ നമ്മൾ വെറുതെ നടക്കുവോ? നമ്മളെ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ട് വിചാരിക്കുക. ഒരു 4 സ്റ്റിച്ച് ഇടേണ്ട മുറിവുണ്ട്. നമ്മൾ ആ മുറിവ് കെട്ടാണ്ട് പണ്ടത്തെ മാതിരി നടക്കോ? 25 കൊല്ലം മുമ്പ് നടക്കേനു. അതിൽ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ വെച്ചുകാണ്ട് വെറുതെ തുന്നിക്കെട്ടി നടക്കുക നമ്മളില്ലേ. പക്ഷെ ഇന്ന് നമ്മളെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാല് ഒരു നിമിഷം കൊണ്ട് നമ്മൾ എവിടേക്ക് എത്തും? ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ എത്തൂലേ? സ്റ്റിച്ച് ഇടിക്കും, മരുന്ന് വെക്കും, അതിന് ആന്റിബയോട്ടിക് കുടിക്കും. എന്നാൽ അതേ സമയം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾക്ക് മാനസികമായിട്ടൊരു സംഘർഷം ഉണ്ടെങ്കിൽ നമ്മളെ മക്കള് പഠിക്കാതിരുന്നാല് നമ്മളവൻ തല്ലുക ചെയ്യുക. അവൻ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ അവന്റെ പഠനത്തിനെ നമ്മൾ ഏത് രീതിയിലേക്കാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇല്ലേ? മക്കൾ പഠിക്കുന്നുണ്ടോ, മക്കൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, അവർക്ക് ഓർമ്മശക്തി എന്തുകൊണ്ട് കുറയുന്നു, പഠിച്ചിട്ട് മനസ്സിലാകാത്തത് എന്തുകൊണ്ട്, പഠന വൈകല്യം നമ്മളാരെ ചിന്തിക്കലുണ്ടോ? ഒരു പഠിക്കാൻ കഴിയില്ല ചീത്തയും പറഞ്ഞ് തല്ലുകയും ചെയ്തിട്ട് മക്കളെ മാനസികമായി പീഡിപ്പിക്കുക. ഈ കുട്ടി ഒരുപക്ഷെ ഫോൺ അഡിക്ഷൻ ആയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്ഷൻ ആയിട്ട് മാനസികമായിട്ട് ഡിപ്രഷൻ, ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവും, പിരിവിരിപ്പിള്ളേ, അടങ്ങി നിൽക്കൂല, അതും പിടിച്ച് ഇതും പിടിച്ച് ഒരു സെക്കൻഡ് വെറുതെ കുത്തിരിക്കാൻ കഴിയൂല. അപ്പൊ ഇതിനൊക്കെ നമ്മളെ നാട്ടില് ചികിത്സ ഉണ്ട്. സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും നമ്മളെ കുട്ടികളെ കാണിക്കേണ്ടി വരൂ. അതൊരു ചേമ്പർ ആയിട്ട് ആരും വിചാരിക്കരുത്. ഭ്രാന്തനല്ല സൈക്കാട്രിസ്റ്റിനെ എടുത്ത് കൊണ്ടുപോവര്. മാനസിക ഡിപ്രഷൻ വരുന്ന ആളുകൾക്കും മാനസികമായിട്ട് നമുക്ക് ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ചികിത്സയും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മളെ പ്രവർത്തനങ്ങൾ വേണ്ടത്. നമ്മളെ മക്കളെ പോരായ്മകൾ കണ്ട് മനസ്സിലാക്കി ചികിത്സിക്കുകയും അവരെ ഡിഫക്റ്റ് മനസ്സിലാക്കുകയും ചെയ്യാൻ പാരന്റ്സിന് സാധിച്ചാൽ മാത്രമേ നമ്മളെ കുട്ടികളെ ഈ തരത്തിലുള്ള മദ്യം, മയക്കുമരുന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്. നമ്മളെ മക്കളൊക്കെ ജയിലിൽ പോണ ഒരു കാര്യം, ഒരു പൈസ അക്കൗണ്ടിൽ കൂടി വരും. മക്കൾക്ക് 18 വയസ്സായ മക്കൾക്കൊക്കെ നമ്മൾ അക്കൗണ്ട് എടുത്തു കൊടുക്കും. സിൽഫിക്ക് അറിയോ? അക്കൗണ്ട് എടുത്തു കൊടുക്കും. ഈ മക്കൾക്കൊക്കെ അക്കൗണ്ട് ഉണ്ട്, ATM കാർഡ് ഉണ്ട്. ഈ മക്കള് ATM കാർഡ് ഒരാൾക്ക് കൊടുത്താൽ അയാളെ പൈസ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് പൈസ ഈ അക്കൗണ്ടിലേക്ക് ഇടിക്കും. 5 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ. ഈ പൈസ ഇട്ട് കഴിയുമ്പോൾ 1 ലക്ഷത്തിന് 2000 രൂപ തോതിൽ ആർക്ക് കിട്ടും? ഈ ATM കാർഡ് എക്സ്ചേഞ്ച് ചെയ്തവർക്ക് കിട്ടും. നമ്മൾ അങ്ങാടിയിലുള്ള മിക്കവാറും ചെറുപ്പക്കാരെ അക്കൗണ്ട് ഒക്കെ ഫ്രീസായി കിടക്കുക. നിങ്ങൾ ധാരണുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ ധാരണുണ്ടോ? ഇവിടെ ഉള്ളവർ ധാരണുണ്ടോ? പല പെണ്ണുങ്ങൾ അക്കൗണ്ടും ഫ്രീസാ, മക്കൾ കൊണ്ടുപോയി കുരുത്തക്കേട് കാണിച്ചിട്ട്. എത്രയോ താത്തമാർ അക്കൗണ്ട് 5 ലക്ഷം 6 ലക്ഷം മൈനസ് ഫണ്ടായി കിടക്കുകയാണ്. ഇപ്പൊ ചീറ്റിംഗ് കേസിലെ പ്രതികളെ നമ്മളെ നാട്ടിൽ എത്രയോ പെണ്ണുങ്ങളും ആണുങ്ങളും, അല്ലെ പേര് ഞാൻ പറയുന്നില്ല, കുറെ ഇടത്ത് ഞാൻ ജാമ്യം ആക്കിയിരിക്കുന്നു.
കുരിശിന്റെ അടുത്തൊക്കെ ഉള്ള പലരും ഉണ്ട്. അപ്പൊ നമ്മളെ അക്കൗണ്ട് ATM കാർഡും അതും ഇതുപോലെയുള്ള മറ്റൊരു ട്രാപ്പാണ്. MDMA മാത്രമല്ല, അങ്ങനെ ഇവര് ചീറ്റിങ്ങിൽ പെടുക. പിന്നെ ഇതിന് രക്ഷപ്പെടാൻ പൈസ ഉണ്ടാക്കാനുള്ള വഴിയും മാർഗവും വഴി തെറ്റിയ രീതിയിലൂടെ സഞ്ചരിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് ATM കാർഡിന്റെ ഉപയോഗവും മക്കൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതും അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളെ ഭാര്യമാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് വളരെ നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് മക്കൾക്ക് ഉള്ളത്. MDMA ഉപയോഗിക്കുന്ന ആൾക്കാർ ആദ്യം 2 ആഴ്ച ഉപയോഗിക്കും. 3-ാമത്തെ ആഴ്ച മുതൽ ഇത് വിൽപ്പനക്കാരായി മാറിയ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പൈസ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? 4 ഗ്രാം വിറ്റാല് എത്ര കിട്ടും? അവർക്ക് ഒരു 10-15,000 ഉറുപ്പ്യക്ക് കിട്ടും. അപ്പൊ അവർക്ക് 4 ദിവസം ഉപയോഗിക്കാനുള്ള പൈസ കിട്ടി. അപ്പൊ ഇവരൊരു കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ ഓർക്ക് ഒരു കസ്റ്റമറെ കിട്ടാന്നേ ഉള്ളൂ. അത് ആരാണ്, ഏവനാണ്, ഏവളാന്ന് നോക്കൂ. ഞങ്ങൾ വിചാരിക്കുന്ന ആണുങ്ങളും ആൺകുട്ടികളും മാത്രമല്ല കേട്ടോ ഇത് ഉപയോഗിക്കുന്നവര്. നമ്മളൊക്കെ ഇവിടെ മിടുക്കത്തിലായി കുത്തിരുന്ന് മിടുക്കന്മാരായി ഇതിന്റെ കാര്യമല്ല. നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളും ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. എത്രയോ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട് രഹസ്യമായിട്ട്. അവർക്കൊക്കെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഏജന്റുമാരുണ്ട്. സുഖമായിട്ട് ഉപയോഗിച്ച് കടന്നുറങ്ങുന്ന പെണ്ണുങ്ങളുണ്ട് ഇഷ്ടംമാതിരി. അപ്പൊ നമ്മൾ ഇതിൽ വളരെ വിജിലന്റ് ആയിട്ടില്ല എങ്കിൽ നമ്മളെ സമൂഹം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മളെ ഈ പ്രദേശം നമുക്ക് നന്നാക്കി എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു പുതുപ്പാടി പഞ്ചായത്ത് മാത്രമല്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ലഹരി മാഫിയെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണം. അത് ഓരോ നാടിൻ്റെയും നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരും അതേപോലെ മാതാപിതാക്കളുമൊക്കെ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തെ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധിക്കും. ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പള്ളി കമ്മിറ്റി തയ്യാറല്ല. ഇങ്ങനെയുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം.